ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിൽ തന്ന വചനം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം ഇതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. തക്ക സമയത്ത് നിവൃത്തി വരുത്തുവാനുള്ള എൻ്റെ ഈ വാക്ക്. ദൈവമക്കളെ, ഈ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. സക്കറിയാവ് എന്ന പുരോഹിതനോട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന ദൈവിക അരുളപ്പാടാണ്. ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തലപ്രവൃത്തിയും എഴുതിയത് ലൂക്കോസാണ്. അതിനെ നമ്മൾ ക്രോഡീകരിച്ച് മനസ്സിലാക്കിയാൽ, എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അന്തസത്ത മനസ്സിലാക്കിയാൽ, ഇസ്രായേൽ ജനം കാത്തിരുന്ന വാഗ്ദത്ത മശിഹ യേശുവായിരുന്നു എന്നതും, ആ യേശു എന്ന വാഗ്ദത്ത മശിഹയെ ഇസ്രായേൽ വിശ്വസിച്ചില്ല എന്നും, ആ വിശ്വസിക്കാത്തത് അവരുടെ ജീവിതത്തിൽ തെറ്റായിപ്പോയി എന്നത് പൗലോസ് മനസ്സിലാക്കിയിട്ട് പൗലോസ് തൻ്റെ ജനത്തോട്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട്, അവരുടെ തെറ്റ്, യേശു എന്ന വാഗ്ദത്ത മശിഹയെ ന്യായപ്രമാണത്തിൽ വരച്ചു കാട്ടിയിരിക്കെ, ആ ന്യായപ്രമാണത്തിലെ മശിഹയായ യേശു നമ്മുടെ ഇടയിൽ വന്നിട്ട് നിങ്ങൾ ആ മശിഹയെ നിഷേധിക്കുകയും നിങ്ങൾ ആ മശിഹയെ തിരസ്കരിച്ച് കൊല്ലുകയും, എന്നാൽ പ്രൈസ് ദി ലോർഡ്, പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വർഗത്തിൽ ഇന്ന് ഇരുത്തിയിരിക്കുന്നു എന്നതും, വീണ്ടും അവൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വന്ന് തന്നിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, വരുന്നു എന്നതും നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ നിങ്ങൾക്കൊരു തെറ്റു പറ്റി, എന്നാൽ ആ തെറ്റ്, ഹല്ലേലൂയ, നിങ്ങൾ തിരുത്തി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ആ വാഗ്ദത്ത മശിഹയെ നിങ്ങൾ റിജക്റ്റ് ചെയ്ത് അവനെ കൊന്ന്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ആ ശിക്ഷ ഏറ്റെടുത്തു. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അത് തിരുത്തി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവനെ മശിഹയെ സ്വീകരിച്ച്, രക്ഷിതാവായി സ്വീകരിച്ച്, അവന്റെ നാമം വിളിച്ചപേക്ഷിച്ച് അവനെ ആരാധിച്ച് മുൻപോട്ട് പോകണം എന്നത് പൗലോസ് തന്റെ ജനത്തെ ഗ്രഹിപ്പിക്കുമ്പോൾ അത് അവന്റെ മേൽ കുറ്റം ചുമത്തി, അവനൊരു അവന്റെ മേൽ കുറ്റം ആരോപിച്ച് അവനെ കൊല്ലുവാനും പീഡിപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും മതഭേദം ചെയ്യുന്നുവെന്ന് പറയുവാനും മതത്തെ ദുഷിക്കുന്നുവെന്ന് പറയുവാനും, ഹല്ലേലൂയ, കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, മതപുരോഹിതന്മാരും മതത്തിനു വേണ്ടി വാദിക്കുന്ന ആളുകളും നിൽക്കുമ്പോൾ അതല്ല ശരി എന്ന് പറയുവാൻ പൗലോസ് കുറ്റവാളിയായി തീർന്നതും അവന്റെ മേൽ കുറ്റം ആരോപിക്കുന്നതും അവൻ ഇന്ന് ഈ ജയിലിൽ തടവറയിൽ കടക്കുന്നതുമെല്ലാം ന്യായപ്രമാണത്തിൽ പറയപ്പെട്ട ക്രിസ്തുവിനെ തന്റെ ജനത്തിന് തെളിയിച്ചു കൊടുക്കുവാൻ ശ്രമിച്ചു എന്നതും തന്റെ ജനത്തെ സ്നേഹിച്ചു എന്നതുമാണ് എന്ന് പറയുവാനാണ് ലൂക്കോസ് ഈ രണ്ട് പുസ്തകങ്ങളും നമുക്ക്, ഹല്ലേലൂയ, സ്തോത്രം, താൻ എഴുതുവാനും അത് നമ്മുടെ ആത്മീയ പ്രബോധനത്തിനും ആത്മീയ വർധനയ്ക്കും ദൈവസഭയ്ക്ക് കിട്ടിയ അമൂല്യമായ
ചില ഹല്ലേലൂയ സ്തോത്രം, ചില അറിവുകളും പരിശുദ്ധാത്മാവ് തരുവാൻ ലൂക്കോസ് എന്ന എഴുത്തുകാരനെ ഉപയോഗിച്ചതിൽ ഈ പ്രഭാതത്തിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പ്രവചനം നിവർത്തീകരണത്തിന്റെ വാക്കുകൾ കൊണ്ടാണ് തുടങ്ങുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ 7957 വാക്യങ്ങളുണ്ട്. 7957 ഇത്രയും വാക്യങ്ങളുണ്ട്. അതിൽ 1423 എണ്ണം പ്രവചനവാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവചനവാക്യങ്ങളിൽ പ്രൈസ് ദി ലോർഡ് 194 പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ച പ്രവചനങ്ങളാണ്. അത് ഉദ്ധരിച്ച് പുതിയ നിയമത്തിൽ നിവർത്തിയായ വചനങ്ങളാണ്. പഴയ നിയമത്തിൽ നിന്ന് ആ പ്രവചനങ്ങൾ നിവർത്തിയായ പ്രവചനങ്ങളെ കോട്ട് ചെയ്യപ്പെട്ട് എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളാണ് 194 വാക്യങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. 1229 പുതിയ നിയമ പ്രവചനങ്ങൾ, പ്രവചന വിഷയങ്ങളും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രവചനങ്ങൾ ഈ വാക്യങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. അതിൽ നിവർത്തിയായ പ്രവചനങ്ങളുണ്ട്, നിവർത്തി ആയിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങളുണ്ട്, നിവർത്തിയാകുന്ന പ്രവചനങ്ങളുണ്ട്. അപ്പോൾ ഈ വചനത്തിലേക്ക് അടുത്തു വരുന്ന നാം ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യം, ഇത് പ്രവചനങ്ങളുടെ ഒരു സംഗ്രഹമാണ്. പ്രവചനങ്ങളുടെ ഒരു 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 മലയാ, അല്ലെങ്കിൽ ഒരു നിധിയായത്. ഇതിലെ വാക്യങ്ങളൊക്കെ പ്രവചനവാക്യങ്ങളാണ്. ഇത് ഒന്നുകിൽ നിവർത്തിയായ പ്രവചനമാ, ഇല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്ന പ്രവചനമാ, അല്ലെ നിവർത്തിയാകേണ്ട പ്രവചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിൽ തന്നെ വീണ്ടും നമുക്ക് സബ് ഡിവിഷനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. ഇസ്രായേലിനെ സംബന്ധിച്ച പ്രവചനങ്ങളുണ്ട്, ക്രിസ്തുവിനെ സംബന്ധിച്ച പ്രവചനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വ്യക്തികളെ സംബന്ധിച്ച പ്രവചനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള അനേക സബ് ഡിവിഷനുകൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കോമൺ പ്രവചനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അനേക സബ് ഡിവിഷനുകളും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിലൊന്നാണ്, നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 21:18 പത്രോസിന്റെ മരണത്തെക്കുറിച്ച് യേശു പറയുന്ന ഒരു പ്രവചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അത് ചിന്തിക്കാനുള്ളതാണ്. ഞാനിത് പറയുന്നത് പ്രവചനങ്ങളുടെ ഒരു ഒരു വലിയ സംഗ്രഹത്തിനകത്ത് കിടക്കുക. അപ്പോൾ ഈ വചനത്തോട് നമ്മൾ ഡീല് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നത് പ്രവചനവാക്യങ്ങളാണ്. അത് നിവർത്തിയായതാണ്, നിവർത്തി ആയിക്കൊണ്ടിരിക്കുന്നതാണ്, ഇനിയും നിവർത്തിയാകേണ്ട വചനങ്ങളാണ്. ഹല്ലേലൂയ. മാത്രമല്ല ദൈവമക്കളെ, ഈ വചനങ്ങൾ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിലും നിവർത്തിയാകും, നിവർത്തി ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യവും നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേവലം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഒരു വചനം വായിക്കുമ്പോൾ ഇത് ഹല്ലേലൂയ സ്തോത്രം സെക്കറിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതെന്റെ ജീവിതത്തിലും സംഭവിക്കും എന്നീ പ്രഭാതത്തിൽ നമുക്ക് വിശ്വസിക്കുവാനിടയായിത്തീരട്ടെ. ഞാൻ മടങ്ങി വരും ദൈവമക്കളെ. അപ്പോൾ ഈ സെക്കറിയാവിനോട് ദൂതൻ പറയുന്ന ദൂത് ഒരു പ്രവചന നിവർത്തിയാണ്, ഒരു പ്രവചന നിവർത്തിയാണ്. ഏത് പ്രവചന നിവർത്തിയാണെന്ന് ഞാൻ പറയാം. മലാഖിയുടെ പ്രവചനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് എലിയാ പ്രവാചകനെ അയക്കും. നിങ്ങൾ നോക്കണം, മലാഖിയുടെ പുസ്തകത്തോടുകൂടി പഴയ നിയമ പുസ്തകങ്ങൾ അവസാനിക്കുക, പഴയ നിയമ ഹല്ലേലൂയ പ്രവചന പുസ്തകങ്ങൾ അവസാനിക്കുക. മലാഖി ഹല്ലേലൂയ തന്റെ പ്രവചനം ഹല്ലേലൂയ എഴുതി അതിന്റെ ഹല്ലേലൂയ അവസാനത്തെ സെന്റൻസ് എഴുതി നിർത്തുമ്പോൾ ഒരു പ്രവചനം എഴുതുകയാ. എന്താണെന്നറിയാമോ? ഞാൻ ഈ പറഞ്ഞ ഹല്ലേലൂയ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അതിനു മുൻപേ ഏലിയാവിന്റെ ആത്മാവോട് ഒരുവനെ മുൻപേ അയക്കും. ആ പ്രവചന നിവർത്തിയാണ് യോഹന്നാനിലൂടെ പൂർത്തീകരിക്കുന്നത്.
യേശു എന്ന രക്ഷിതാവിന് മുന്നേ, യേശു എന്ന രക്ഷിതാവിന് പ്രൈസ് ദി ലോർഡ് കുറിച്ചു പറയുവാൻ തക്കവണ്ണം എലിയാവിന്റെ ആത്മാവോട് ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കണം. കഴിഞ്ഞ 400 വർഷങ്ങൾക്ക് മുമ്പ് മലാക്കി എന്ന പ്രവാചകനിലൂടെ ദൂത് നിർത്തി. ചിന്തിക്കണം, മലാക്കിയും ഹല്ലേലൂയ മത്തായിയും തമ്മിൽ ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ നോക്കണം, അടുത്ത ഹല്ലേലൂയ പ്രവചന വാക്കിൽ തമ്മിൽ ഏതാണ്ട് 400 വർഷത്തെ ഡിഫറൻസ് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ സൈലന്റ് പീരീഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഗോഡ് സൈലന്റ് പീരീഡ്. അതൊരു ചിന്താ വിഷയമാണ്. ഞാൻ അവിടെ നിർത്തുകയാണ്, അതിലേക്ക് പോകാൻ പറ്റില്ല. ഗോഡ് സൈലന്റ് പീരീഡ്. മലാക്കി കഴിഞ്ഞു, 400 വർഷം അനക്കമില്ല. പക്ഷേ ഇതാ ഒരു ദൂതൻ വരികയാണ്. 100 വർഷം കഴിഞ്ഞ ഒരു പ്രവചന നിവർത്തീകരണത്തിന് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വരികയാണ്. സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ ഗബ്രിയേൽ ഹല്ലേലൂയ യഹോവയുടെ ദൂതുമായി ഇറങ്ങി സെക്കരിയാവിന്റെ അടുക്കൽ ഹല്ലേലൂയ ആ ധൂപപീഠത്തിൽ നിന്നിട്ട് പറയുകയാണ്, മലാക്കി പ്രവചിച്ച പ്രവചനം നിവർത്തീകരണത്തിനായി നിന്റെ അടുക്കലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു ഹല്ലേലൂയ തലമുറയെ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. പ്രവചന നിവർത്തീകരണത്തിനായി ഹല്ലേലൂയ അവന് യോഹന്നാൻ എന്ന് പേരിടണം. കാരണം ഇവൻ കേവലം ഒരു തലമുറയല്ല, ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന്റെ ഒരു തലമുറയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറയട്ടെ, ഈ ദൂതനോട് ചേർപ്പട്ടെ. ദൈവമക്കളെ, ദൈവഭക്തന്റെ വീട്ടിൽ ഹല്ലേലൂയ ജനിക്കുന്ന തലമുറയെല്ലാം ദൈവ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന തലമുറയാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് എനിക്ക് ലഭിച്ച തലമുറ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയ തലമുറയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കത് കുടുംബജീവിതം ദൈവ പദ്ധതിക്ക് വേണ്ടി തന്ന കുടുംബജീവിതമാണ്. നമുക്കത് ഭൗതിക നന്മ ദൈവ പദ്ധതിക്ക് വേണ്ടി തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കെന്ന ജോലി, അല്ലെ നമുക്കെന്ന വിദ്യാഭ്യാസം എല്ലാം ദൈവീയ പദ്ധതിക്ക് വേണ്ടി ദൈവം മുന്നമേ തന്നതും ഒരുക്കിയതുമാണെന്നും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ഞാനിവിടെ നിർത്തേണ്ട സമയമാകുന്നത് കൊണ്ട് ഇങ്ങനെ പറയട്ടെ. സെക്കരിയാവ് എന്ന ഹല്ലേലൂയ പുരോഹിതന് നിവർത്തി വരേണ്ട സെക്കരിയാവിലൂടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം മലാക്കിയിലൂടെ പറഞ്ഞ ദൂത് സെക്കരിയാവിന്റെ കുടുംബത്തിൽ നിവർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി ദൂതനെ യഹോവയുടെ ദൂത് പറയുമ്പോൾ വിശ്വസിച്ചില്ല എന്നതുകൊണ്ട് ദൂതൻ അടുത്തതായിട്ട് പറയുന്നത് തക്ക സമയത്ത് നിവർത്തീകരിക്കപ്പെടേണ്ട എന്റെ വാക്ക്. ഓ ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അത് കേവലം പറഞ്ഞു വിടുന്ന വാക്കല്ല, അത് കേവലം ആരെങ്കിലുമൊക്കെ ചുമ്മാ അത് സംസാരിക്കുന്ന വാക്കല്ല, അത് പ്രവചന വാക്കാണ്, അത് നിവർത്തീകരിക്കേണ്ട വാക്കാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വാക്ക് നിവർത്തീകരിക്കുന്ന വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായി പറഞ്ഞ ദൂതുകൾ ഒരുപക്ഷെ ഉണ്ടാകാം. ഹല്ലേലൂയ. ദൈവം നിന്നോട് പറഞ്ഞ വ്യക്തിപരമായ ദൂതുണ്ടാകാം, സഭയോട് പറഞ്ഞ ദൂതുണ്ടാകാം. പക്ഷെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അത് നിവർത്തീകരിക്കുന്ന വാക്കാണ്. അത് പറയുന്ന വ്യക്തിയുടെ കഴിവല്ല. മലാക്കി മരിച്ചുപോയി, ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ പറഞ്ഞത് ദൂതിന്റെ ഉത്ഭവം യഹോവയാ. ദൂത് കൊടുത്തവൻ യഹോവയാ. യഹോവ മരിച്ചിട്ടില്ല, നമ്മുടെ കർത്താവ് മരിച്ചിട്ടില്ല. പക്ഷെ ദൂതുവാഹിയായി വന്ന ആള് ചിലപ്പോൾ മരിച്ചു പോയായിരിക്കാം, ആ വ്യക്തി ചിലപ്പോൾ മാറിപ്പോയായിരിക്കാം. പക്ഷേ ദൂത് ദൈവത്തിൻ്റെതാ. ഇന്ന് പകൽക്കാലം ദൂത് പറഞ്ഞത് ദൈവമായതുകൊണ്ട് അത് നിവർത്തീകരിക്കപ്പെടേണ്ടത്. ഇന്ന് പകൽക്കാലം നമുക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തേണ്ടി വരുന്നു. യിരെമ്യാവിനോട് യഹോവയായ ദൈവം പറയുന്ന വാക്യത, നീ എന്റെ വചനം പറ, ഹല്ലേലൂയ, ഞാനത് നിവർത്തീകരിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഞാനത് നിവർത്തീകരിച്ചുകൊള്ളും.
രമയാ, നീ പേടിക്കേണ്ട. ഹല്ലേലൂയ. നീ എന്റെ വചനം പറയുമ്പോൾ നിന്നെ കാരാഗ്രഹത്തിലിടും. നീ എന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ നിന്നെ അവർ അടിക്കും, നിന്നെ അവർ തെറ്റായി വ്യാഖ്യാനിക്കും. രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നെ കൊണ്ടുവന്ന് ഹല്ലേലൂയ ഭോഷനെ പോലെ നിർത്തും. ദുർപ്രവാചകന്മാർ നിനക്ക് മുമ്പിൽ വന്ന് പോസ്റ്റ് പ്രവചിക്കും. പക്ഷെ നീ പേടിക്കേണ്ട. ഹല്ലേലൂയ. നിന്നെ അടിക്കാൻ പറ്റൂ, നിന്നെ ബന്ധിക്കാൻ പറ്റൂ, നിനക്കെതിരെ ദൂഷണം പറയാൻ പറ്റൂ, നിനക്കെതിരെ ഹല്ലേലൂയ സ്തോത്രം കൂട്ടുകെട്ടുണ്ടാക്കാൻ പറ്റൂ. പക്ഷെ എന്റെ വചനത്തിന് ഹല്ലേലൂയ അങ്ങനെ ഒന്നും നടക്കത്തില്ല. എന്റെ വചനം ബന്ധിക്കപ്പെടുകയില്ല. എന്റെ വചനത്തിനെതിരെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ എന്റെ വചനം ഞാൻ നിവർത്തീകരിക്കും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ സഖരിയാവ് ഹല്ലേലൂയ സ്തോത്രം ദൈവം പറഞ്ഞ വചനം അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മൾ അങ്ങനെ ആകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വസിക്കാൻ ദൈവമക്കളെ, അവിശ്വാസമുള്ള ഹൃദയം മാറ്റിവെക്കാം. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ വാക്കുകൾ പ്രവചന വാക്കുകളാണ്. അത് എന്റെ കുടുംബത്തിൽ നിവർത്തീകരിക്കേണ്ടതാ, എന്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കേണ്ടതാ. ഹല്ലേലൂയ. എന്നിൽ അത് നിവർത്തീകരിക്കേണ്ടതാ ഇത് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ അത് ഏറ്റെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിവർത്തീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിവർത്തീകരിക്കപ്പെടേണ്ട എന്റെ വാക്ക്, ദൈവത്തിന്റെ വാക്ക് നിവർത്തീകരിക്കപ്പെടണം. നമുക്കിങ്ങനെ പറയാം, മറിയ, അതിൽ തന്നെ മറിയയുടെ വാക്കുണ്ട്. ഇവന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കും. നമുക്കിങ്ങനെ പറയാം, ദൈവമക്കളെ, നിവർത്തീകരിക്കേണ്ട നിന്റെ വാക്ക് എന്നിൽ നിവർത്തീകരിക്കട്ടെ, എന്റെ കുഞ്ഞിൽ നിവർത്തീകരിക്കട്ടെ, എന്റെ സഭയിൽ നിവർത്തീകരിക്കട്ടെ. ഇതാതിന്റെ ദാസി, ഇതാതിന്റെ ദാസൻ. നിവർത്തീകരിക്കണമേ എന്നുള്ള വാക്ക് നമുക്കൊന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, നിത്യനായ കർത്താവേ, ജനത്തോട് പറയുവാൻ ഈ പ്രഭാതത്തിൽ എനിക്ക് എന്ന വാക്കിനായി നിവർത്തീകരിക്കപ്പെടേണ്ട വാക്കുകൾ നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഹാമേൽ കർത്താവേ, അത് ഞങ്ങളിൽ നിവർത്തീകരിക്കണം, അതിൽ ഞങ്ങളിൽ സാധിക്കണമേ. ഇതാ നിന്റെ ദാസൻ, എന്നിലൊന്ന് ഭവിക്കട്ടെ. ഇതാ നിന്റെ ദാസി, എന്നിലൊന്ന് ഭവിക്കട്ടെ. ഇതാ നിന്റെ മക്കൾ, നിന്റെ സഭ, നിന്റെ ജനം, അവരിലൊന്ന് ഭവിക്കട്ടെ. നിവർത്തീകരിക്കേണ്ട അങ്ങയുടെ വാക്ക് ഞങ്ങളിൽ നിവർത്തീകരിച്ച് ഈ ഭൂമിയിൽ ശുഭതയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾ കാഴ്ചവെച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവം ജനത്തെ അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.